ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്, ഹാപ്പി ക്രിസ്മസ് ടു എവറി വൺ. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 1 lakh ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 40,000 വരെ ഡിവിഡൻഡ് ഈൽഡ് കിട്ടുന്ന സ്റ്റോക്കുകൾ, എവറി ഇയർ നല്ല ഡിവിഡൻഡ് കിട്ടുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഹയസ്റ്റ് ഡിവിഡൻഡ് ഈൽഡിംഗ് ആയിട്ടുള്ള സ്റ്റോക്കിലാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ ഒരു കാര്യം സൂചിപ്പിക്കുന്നു, ഡിവിഡൻഡും ഡിവിഡൻഡ് ഈൽഡും ഡിഫറൻ്റ് ആണ്. രണ്ടും കൂടെ കൺഫ്യൂസ് ആവരുത്. കാരണം ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഒരു പ്രോഫിറ്റിൽ നിന്നും ഒരു പാർട്ട് ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി കൊടുക്കുന്നു. ഫേസ് വാല്യൂ വെച്ച് പറയാം. ഇപ്പോൾ 700% ഉണ്ടെങ്കിൽ 70 ആയിരിക്കും ഡിവിഡൻഡ്, 100%-ൽ 10 ആയിരിക്കും ഡിവിഡൻഡ് എന്ന് പറയും, 10%. അല്ലെങ്കിൽ 300 എന്ന് പറയുമ്പോൾ 30 ഡിവിഡൻഡ് കൊടുക്കുന്നു. പക്ഷേ ഡിവിഡൻഡ് ഈൽഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ വർഷം എത്ര ഡിവിഡൻഡ് ആ ഒരു കമ്പനി കൊടുക്കുന്നു അതെല്ലാം ആഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പെർസെൻറ്റേജ് ഉണ്ടല്ലോ, അതാണ് ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡിവിഡൻഡ് ഈൽഡ് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, ഡിവിഡൻഡ് ഈൽഡ് കൂടുതലായുള്ള കമ്പനിയാണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ഡിവിഡൻഡ് ഈൽഡ് കൂടുതലായാൽ മാത്രം പോരാ, എവറി ഇയർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു സ്റ്റോക്ക് ഡിവിഡൻഡ് തന്നിരിക്കുകയും വേണം. എന്നാൽ മാത്രമേ ആ ഒരു സ്റ്റോക്ക് ഫ്യൂച്ചറിലും ഡിവിഡൻഡ് ഈൽഡ് നല്ല തരൂ എന്നുള്ള ഒരു വിശ്വാസം ആ സ്റ്റോക്കിൽ വരത്തുള്ളൂ. സോ ഡിവിഡൻഡും ഡിവിഡൻഡ് ഈൽഡും രണ്ടാണ്. അപ്പോൾ ഏകദേശം 39,400 വരെ ഡിവിഡൻഡ് വരുന്ന സ്റ്റോക്കുകൾ, 1 lakh ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 39,400 വരെ ഡിവിഡൻഡ് വരുന്ന സ്റ്റോക്കുകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതായത് 1,000 rupees ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 394 നമുക്ക് ഡിവിഡൻഡ് കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ ലോവസ്റ്റ് ടു ഹയസ്റ്റ് റേഷ്യോ വരെ പോവാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന സ്റ്റോക്ക് ഈ ഒരു സ്റ്റിർനിക്സ് പെർഫോമൻസ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്കാണ്. 1,502 rupeesൽ ട്രേഡ് ചെയ്യുന്നു. 6.92% ഡിവിഡൻഡ് ഈൽഡിംഗ് ഉണ്ട്. 2011 മുതൽ എവറി ഇയർ ഡിവിഡൻഡ് വന്നിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അതുമാത്രമല്ല 2023-ൽ 3 times ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. 34% ആണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് എന്ന് വെച്ചാൽ. ഉണ്ടോ, ഡിവിഡൻഡ് ഈൽഡ് 7.05%. നല്ല ഡിവിഡൻഡ് ഈൽഡിങ് സ്റ്റോക്കാണ്. ഈ ഒരു ഇവൻസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ എത്ര പ്രാവശ്യം ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ഹൈ ഡിവിഡൻഡ് ഈൽഡിംഗ് ആണ് തന്നിട്ടുള്ളത്. 2023-ൽ 80 rupees, 24 rupees, 22, അങ്ങനെ 3 times ഡിവിഡൻഡ് വന്നിട്ടുണ്ട്. എവറി ഇയർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിവിഡൻഡ് വരുന്നു. ആൻഡ് ഡിവിഡൻഡ് ഈൽഡ് 34% ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇനിയും ഫ്യൂച്ചറിൽ നല്ല റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള, ഡിവിഡൻഡ് ഈൽഡ് തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ഈ ഒരു സ്റ്റിർനിക്സ് പെർഫോമൻസ് മെറ്റീരിയൽസ്. അപ്പോൾ ഇവരുടെ ബിസിനസ് കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ എഞ്ചിനീയറിംഗ് തെർമോ പ്ലാസ്റ്റിക്സ് ആണ് ഇവരുടെ ബിസിനസ് പറയുന്നത്. 1973 മുതലുള്ള സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ പി എന്ന് പറയുന്ന കറണ്ട് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ROC 30% ഉണ്ട്, ROE 22.9, ഫേസ് വാല്യൂ 10. സോ സ്പ്ലിറ്റ് ഒക്കെ അനൗൺസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നുള്ള ഡെപ്റ്റ് ഫ്രീ സ്റ്റോക്കും ലാസ്റ്റ് 5 years ആയിട്ട് 21.7% CAGR ഗ്രോത്ത്. വർക്കിംഗ് ക്യാപിറ്റൽ നല്ല റെഡ്യൂസ് ആയിട്ടുണ്ട്. ഡിവിഡൻഡ് പേ ഔട്ട് കണ്ടോ, ഹൈ ഡിവിഡൻഡ് ആണ്, 6.92% ഡിവിഡൻഡ് തരുന്നു. പെട്രോ കെമിക്കലിൽ സെക്കൻഡ് പ്ലേസിൽ, എന്നാൽ നല്ല ഒരു ഗ്രോയിങ്, നല്ലൊരു ഷെയർ ഹോൾഡിംഗ് പാറ്റേണും ഉണ്ട്. FI ഹോൾഡിങ്സ് ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റോക്കാണ് ഒരു ലോവസ്റ്റ് ഹൈലസ്റ്റിൽ ഫസ്റ്റ് സ്റ്റോക്ക്. നെക്സ്റ്റ് വരുന്നത് ഒരു PSU സ്റ്റോക്കാണ്, ബൻസാലി എഞ്ചിനീയറിംഗ് പോളിമേഴ്സ് ലിമിറ്റഡ്. 103 rupeesൽ ട്രേഡ് ചെയ്യുന്നു. എന്നാൽ ഇപ്പം നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റോക്കിൽ നോക്കുന്നു, ഹൈ ഡിവിഡൻഡ് ഈൽഡിംഗ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നല്ല ഡിവിഡൻഡ് ഈൽഡിംഗ് ഉണ്ട്. 11.28% ഒക്കെ ഡിവിഡൻഡ് ഈൽഡ് തരുന്ന ഒരു സ്റ്റോക്കാണ്. ആൻഡ് സ്റ്റോക്കിൻ്റെ PE 17.6, ഡിവിഡൻഡ് ഈൽഡിംഗ് 1.94, ROC 19.1, ROE 13.3 ഉണ്ട്. സോ അലോയ്സ്, അതുപോലെ ഹോം അപ്ലയൻസസ്, ഇലക്ട്രോണിക്സ്, ഹെൽത്ത് കെയർ, കിച്ചൺ വെയർ എല്ലാത്തിലും ഈ ഒരു സ്റ്റോക്ക് വരുന്നുണ്ട്. പെട്രോ കെമിക്കൽ തന്നെയാണ് അഗെയിൻ തേർഡ് പ്ലേസിൽ, നല്ല ഒരു ഗ്രോയിങ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ്. സോ ഈ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം.
11.28% ഡിവിഡൻഡ് yielding ഉണ്ട്. ഓക്കെ, സോ എവറി ഇയർ ഇവർ ഡിവിഡൻഡ് തരുന്നുണ്ട്. ആൻഡ് 2023 തന്നെ കണ്ടോ 4 ടൈംസ് ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. ഇൻ്ററിം ഡിവിഡൻഡ്, സ്പെഷ്യൽ ഡിവിഡൻഡ്, ഫൈനൽ ഡിവിഡൻഡ്. അപ്പം അങ്ങനെ എവറി ഇയർ ഡിവിഡൻഡ് തരുന്നു. നല്ല ഗ്രോയിങ് ആയിട്ടുള്ള, ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റോക്ക് കൂടിയാണ്. അപ്പം അതുകൊണ്ട് 1 ഇയർലി ഈ ഒരു സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 46, 5 ഇയേഴ്സിൽ 69 ആയിട്ട് ഉയർന്നിരിക്കുന്നു. അപ്പോൾ ഈ സ്റ്റോക്കാണ് നിങ്ങൾ സെക്കൻഡ് ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ തേർഡ് സ്റ്റോക്ക് പവർ ഗ്രിഡ് കോർപ്പറേഷൻ. നല്ല ഡിവിഡൻഡ് yielding സ്റ്റോക്കാണ്. 232 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നുള്ളെങ്കിൽ 4.77% ഇന്ത്യാസ് ലാർജസ്റ്റ് ഇലക്ട്രിക് പവർ ട്രാൻസ്മിഷൻ കമ്പനിയാണ്. ROC 13.1, ROE 19.6 ആൻഡ് ഫേസ് വാല്യൂ 2. 2023 തന്നെ 4 ടൈംസ് ആണ് ഡിവിഡൻഡ് തന്നിരിക്കുന്നത്. നല്ല ഒരു സ്റ്റോക്കാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ എഫ് ഡിയിൽ പോലും നിങ്ങൾക്ക് ഡിവിഡൻഡ് എന്ന് പറയും, എഫ് ഡിയിൽ 7% ഇൻട്രസ്റ്റ് തരുന്നുള്ളൂ. ബട്ട് ഈ ഒരു സ്റ്റോക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ ഡിവിഡൻഡ് മാത്രമേ 12% നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം അത്ര നല്ല, ഇപ്പോൾ സ്റ്റോക്കിൽ എഫ് ഡിയേക്കാളും നല്ല ഡിവിഡൻഡ് ഈൽഡ് തരുന്ന സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ നമുക്കത് നന്നായിട്ട് മനസ്സിലാകും. സെയിൽസ് ആയിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഒക്കെ, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഓക്കെ, 500 റുപ്പീസിന് താഴെയാണ്. നല്ല ഒരു ഫിനാൻഷ്യലി ഗ്രോത്ത് ഉള്ള ഒരു സ്റ്റോക്കും കൂടിയാണ്. അപ്പോൾ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. പവർ ഗ്രിഡ് കോർപ്പറേഷൻ. കണ്ടോ, ഡിവിഡൻഡ് ഈൽഡ് 4.76% ആണ് ഡിവിഡൻഡ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് IRB ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഈ സ്റ്റോക്കിൻ്റെ 1 ഇയറിലെ റിട്ടേൺസ് നോക്കിയാൽ 45 ആൻഡ് 5 ഇയേഴ്സിൽ 110 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യലി നല്ല ഗ്രോയിങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. IRB ഇൻഫ്രാസ്ട്രക്ചർ ആണ് നെക്സ്റ്റ് വരുന്ന ഒരു സ്റ്റോക്ക്. സോ IRBയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി, 50 റുപ്പീസിന് താഴെ നല്ല ഡിവിഡൻഡ് yielding ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൺസ്ട്രക്ഷനിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. സോ ഇവരുടെ ഡിവിഡൻഡ് ഈൽഡിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. 3.20% ഡിവിഡൻഡ് yielding ആണ് കൊടുക്കുന്നത്. സോ നിങ്ങൾ 1000 റുപ്പീസ് ഈ ഒരു സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 125 റുപ്പീസ് എന്ത് ചെയ്യുക, ഡിവിഡൻഡ് കിട്ടും. അത്ര നല്ല ഗ്രോത്ത് ഉള്ള ഒരു സ്റ്റോക്കാണ്. ഓക്കെ, ആ ഡിവിഡൻഡിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾക്കത് ക്ലിയർ ആകും. സോ ഈ സ്റ്റോക്കിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കിയാൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ ഫസ്റ്റ് പ്ലേസിൽ വരുന്നു. നല്ല ഗ്രോയിങ് ആണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് IRB. ആൻഡ് ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നോക്കിയാൽ റെഗുലർ ആയിട്ട് ഡിവിഡൻഡ് വരുന്നു. 2023 തന്നെ 2 ടൈംസ് ഡിവിഡൻഡ് വന്നിട്ടുണ്ട്. സോ റെഗുലർ ആയിട്ട് എവറി ഇയർ ഡിവിഡൻഡ് വരുന്ന 50 റുപ്പീസിന് താഴെയുള്ള നല്ലൊരു കമ്പനിയാണ്. നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫിഫ്ത്ത് സ്റ്റോക്ക് അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റിൽ സെക്കൻഡ് സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ സിങ്ക് കോപ്പർ, ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ്. സോ ഈ ഒരു സ്റ്റോക്ക് 310 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 24.4% ആണ് ഡിവിഡൻഡ് വരുന്നത്. ആൻഡ് അഗെയിൻ 500 റുപ്പീസിന് താഴെയുള്ള സ്റ്റോക്കാണ്. ROC 50.4 ഉണ്ട്, ROE 44.5 ആൻഡ് ഫേസ് വാല്യൂ 2 ആണ്. സോ ഈ ഒരു സ്റ്റോക്ക് ലെഡ് മൈനിങ് ആൻഡ് സ്മെൽറ്റിങ് ആ ഒരു ബിസിനസ്സിൽ മോർ ദാൻ 5 ഡിക്കേഡ്സിൽ വന്ന ഒരു സ്റ്റോക്കാണ്. സോ ഈ ഒരു നോൺ ഫെറസ് മെറ്റലിൽ ലീഡിങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ഫിനാൻഷ്യലി ഗ്രോയിങ് ആയിട്ട് ഫണ്ടമെൻ്റലി ഒക്കെ ബെറ്റർ ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ഹിന്ദുസ്ഥാൻ സിങ്ക്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് ഈൽഡും ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം.
ഉണ്ടോ? ഡിവിഡൻഡ് ഈൽഡ് 24.63 ആണ് ഡിവിഡൻഡ് ഈൽഡ് വരുന്നത്. സോ നമ്മൾ കണ്ടോ, ആൻഡ് ഇവർ 1 ഇയറിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 1.32 ആൻഡ് 5 ഇയേഴ്സിൽ 14%. ഫിനാൻഷ്യലി നല്ല ഗ്രോയിങ് ആണ്. ഡിവിഡൻഡ് എവറി ഇയർ കൊടുക്കുന്നുണ്ട്. ആൻഡ് 2023 തന്നെ 4 ടൈംസ് ഡിവിഡൻഡ് വന്നിട്ടുണ്ട്. ഓക്കെ, 4 ടൈംസ് ഡിവിഡൻഡ് വന്നിട്ടുണ്ട്. സോ എവറി ഇയർ 2-3 ടൈംസ് ഡിവിഡൻഡ് വന്നിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നല്ല ഗ്രോത്ത് ഉള്ള ഒരു സ്റ്റോക്കാണ്. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് VEDL, ദറ്റ് ഈസ് വേദാന്ത. വേദാന്ത പറയുമ്പോൾ പലരും പറയും ഇതൊരു റിസ്കി സ്റ്റോക്കാണ്, ഇതെന്തിനാണ് പറയുന്നത് എന്നൊക്കെ പറയും. ബട്ട് ഇവർക്ക് ഇവരുടെ ബിസിനസ്സിൽ നല്ല ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇവർ ഡിവിഡൻഡ് തന്നത്. ഓക്കെ, അപ്പോൾ നല്ല പ്രോഫിറ്റ് ഉള്ളത് കൊണ്ടാണല്ലോ ഡിവിഡൻഡ് വരുന്നത്. അപ്പോൾ ബിസിനസ് വൈസ് നോക്കുമ്പോഴത്തേക്ക് നല്ല മൂവ്മെൻ്റ് ഉള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സിസ്റ്റ് ചെയ്യാം. ബട്ട് സ്റ്റിൽ ദെർ ഇസ് എ ഹോപ്പ്. ഓക്കെ, അപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് 39.72, ഏറ്റവും ഹയസ്റ്റ് ഡിവിഡൻഡ് ഈൽഡിങ് സ്റ്റോക്കാണ്. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി 300 റുപ്പീസിന് താഴെ വരുന്ന സ്റ്റോക്കാണ്. ROC 21.2, ROE 20.4, ഡിവിഡൻഡ് ഈൽഡ് 39.1%. മൈനിങ് മിനറൽസിൽ സെക്കൻഡ് പ്ലേസിൽ വരുന്നു. ഫിനാൻഷ്യലി നല്ല ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസും FIA ഹോൾഡിംഗ്, പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു റിസ്കി സ്റ്റോക്ക് തന്നെ, അത് ഞാൻ സമ്മതിച്ചിരുന്നു. ബട്ട് എന്നാലും നമ്മുടെ ടോപ്പിക് ഇവിടെ ഈ ഒരു ഡിവിഡൻഡ് ഈൽഡിങ് ഏറ്റവും കൂടുതലായിട്ട് തരുന്ന കമ്പനിയാണല്ലോ. അപ്പോൾ അത് ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റോക്ക് തീർച്ചയായിട്ടും പറയാം. 39.72% എന്ന് പറയുമ്പോൾ ഏകദേശം 40% ആയിക്കഴിഞ്ഞു. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. 1 lakh ഇൻവെസ്റ്റ് ചെയ്തവർക്ക് 40,000 വരെ ഡിവിഡൻഡ് തരുന്ന കമ്പനികൾ എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഫിനാൻഷ്യൽ വൈസ് ഗ്രോയിങ് ആണ്. 1 ഇയർലി ഈ ഒരു സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് 13 ആൻഡ് 5 ഇയേഴ്സിൽ 30 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഗ്രോത്ത്, റവന്യൂ ഗ്രോത്ത്, നെറ്റ് ഇൻകം നല്ല വർദ്ധിച്ചിട്ടുണ്ട്. എവറി ഇയർ ഇപ്പോൾ December 27 ഡിവിഡൻഡ് തരാൻ പോകുന്ന കമ്പനി കൂടിയാണ്. 11 രൂപ ഡിവിഡൻഡ് തരുന്നുണ്ട്. 27 ലാസ്റ്റ് എക്സ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ അത് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഏതാണ്ടാ സോ 2023 തന്നെ ഇപ്പോൾ 4 ടൈംസ് ആയി ഡിവിഡൻഡ് തരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, അപ്പോൾ എത്ര ബിസിനസ് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത്രയും ഡിവിഡൻഡ് ഇവർക്ക് തരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹയസ്റ്റ് ഡിവിഡൻഡ് വരുന്ന സ്റ്റോക്കിൻ്റെ ഒരു റാങ്ക് ചാർട്ടാണ്, ഫ്രം ലോവസ്റ്റ് ടു ഹയസ്റ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നുന്നെങ്കിൽ മറക്കാതെ നിങ്ങളുടെ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റോക്കുകൾ നല്ല ഡിവിഡൻഡ് ഈൽഡിങ് പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. മറ്റുള്ളവർക്കും കൂടി അത് ഹെൽപ്ഫുൾ ആയിട്ടിരിക്കും. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടെലഗ്രാമിൽ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുപോലെ വീഡിയോയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ അത് നിങ്ങൾ മിസ് ചെയ്യേണ്ട. പിന്നെ പ്ലേലിസ്റ്റ് കാണുക, അതിൽ ബിഗിനേഴ്സിന് വേണ്ടി പല വീഡിയോസും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ബേസിക്, ക്രൂഡ് ഓയിൽ, അതുപോലെ ടെക്നിക്കലായിട്ടുള്ള വീഡിയോസ് അതും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പറയുന്നു. ഹാപ്പി ക്രിസ്മസ്. നന്ദി, നമസ്കാരം.